പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്തൊരു സംഭവം ഉണ്ടായി. മിക്കവരും അറിഞ്ഞു കാണും. ഒരു പിതാവ് 18 വയസ്സുള്ള മകളെ വെട്ടിക്കൊന്ന്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ലഹരിയാണ്. ലഹരിയുടെ അതിപ്രസരത്തിലാണ് സ്വന്തം മകളെ പിതാവ് വെട്ടിക്കൊല്ലുന്നത്. അപ്പോൾ സഹോദരി ഭർത്താവിനെ ആക്രമിച്ച വഴിക്കാണ് മകൾക്ക് വെട്ടേക്കുന്നത്. അപ്പോൾ ഈ സഹോദരി ഭർത്താവും ഇപ്പം മരിച്ചെന്നും പറഞ്ഞാണ് അവിടെ നിന്നൊരു ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാസർഗോഡ് നടന്ന സംഭവം എന്തിനാണ് നമ്മൾ പുതുപ്പള്ളി ടുഡേ ലൈവിൻ്റെ അകത്ത് പറയുന്നതെന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ലഹരി എന്ന് പറയുന്നത് അതിമാരകമായ ഈ വിപത്ത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക കുടുംബങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളാണ് ലഹരി മൂലമുണ്ടാകുന്നത്. പണ്ട് കാലത്തൊക്കെ കള്ളു കുടിക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വിദേശ മദ്യമാണെന്ന് മേടിച്ച് കുടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തം പിതാവിനെ തിരിച്ചറിയാം, അമ്മയെ തിരിച്ചറിയാം, പെങ്ങളെ തിരിച്ചറിയാം. ആ ഒരു കാലമായിരുന്നു. എന്നാൽ ഇന്നത്തെ ലഹരി എന്ന് പറഞ്ഞാൽ അതിമാരകമായ ലഹരിയാണ്. അത് ഉപയോഗിക്കുന്നത് മൂലം ഇന്നിപ്പം ഈ MDMA എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തെ 48 മണിക്കൂറോളം അതിന്റെ ലഹരി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പം സ്വന്തം പിതാവിനെയും മാതാവിനെയും മകളെയും ആരെയും തിരിച്ചറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതുമൂലമാണ് ഇതുപോലെ അക്രമങ്ങൾ പെരുകിയിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടുകളിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പം നമ്മൾ എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ സ്വന്തം കുടുംബങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്നത്. ഈ ഇതുപോലെ ഈ ലഹരിയുടെ അതിപ്രസരം മൂലം സമൂഹത്തോട് പറയാൻ മേലാത്ത പല പല വിഷയങ്ങളും നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ ഒരു പരിധി വരെ മടുത്ത് നിൽക്കുകയാണ്. അത്രയ്ക്കുമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി നടന്ന കുടുംബ പ്രശ്നമാണ് 2 പേരുടെ മരണത്തിലേക്ക് വഴിമാറിയത്. ഇതിൻ്റെ അകത്തെ പ്രതിയായ ഉമ്മർ ഫറൂഖിന്റെ അമിതമായ ലഹരി ഉപയോഗത്തെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ മകൾ ജുമൈലയും മാതാവും ബന്ധുവീട്ടിലായിരുന്നു താമസം. അതുകൂടാതെ ഒരു വസ്തു കേസും നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് അബായാണ് 53 വയസ്സ് ഇന്ന് പുലർച്ചെ മരിക്കുന്നത്. ഷെയ്ഖിനെ ആക്രമിക്കുന്നതിനിടയിലാണ് മകൾ ജുമയിലേക്ക് വെട്ടേറ്റത്. മകള് ഇന്നലെയാണ് മരണപ്പെട്ടത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാൾ കർണാടകത്തിൽ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണെന്നാണ് അറിഞ്ഞിരുന്നത്. വിദേശത്തായിരുന്ന പ്രതി ലഹരി ഉപയോഗത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെടുത്തത് അടുത്തിടെയാണ്. ഈ സംഭവം നടക്കുമ്പോഴും പ്രതിയായ ഉമ്മർ ലഹരിക്ക് അടിമയായിരുന്നു. ഈ രണ്ടാമത്തെ മരണവും കൂടെ നടന്നപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരം ആകെ നടുങ്ങി നിൽക്കുകയാണ്. കാരണം ഒരു ലഹരി മൂലമുണ്ടായ ഒരു പ്രശ്നവും അതോടൊപ്പം തന്നെ പിതാവ് സ്വന്തം മകളെ വെട്ടിക്കൊന്നുള്ള വാർത്തയെന്ന് പറയുന്നത് നമുക്കാർക്കും താങ്ങാൻ പറ്റുന്നതല്ല. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞടുങ്ങിയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ പറ്റുമല്ലാത്ത അതിമാരകമായ വൈറസായിരുന്നു കോവിഡ്. ആ മഹാമാരിയെ പിടിച്ചു കെട്ടിയ സംസ്ഥാനമാണ്, അല്ലെങ്കിൽ പിടിച്ചു കെട്ടിയ രാജ്യമാണ് നമ്മുടേത്. പക്ഷെ നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന അതിമാരകമായ ലഹരിയുടെ ഉപയോഗം പിടിച്ചു നിർത്താൻ ആരെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മളിനി അതിനെന്താ പറയുന്നത്? ഇനി ഇതിൻ്റെയൊക്കെ പ്രതിരോധം എന്ന് പറയുന്നത് സ്വയം കണ്ടെത്തുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.